പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുമ്പോഴത്തേക്കും അവർക്കെല്ലാം ഈ ഉണ്ണിയപ്പത്തിലാണ് ഉണ്ണിയപ്പല്ല കഷായം അല്ല ഛർദ്ദിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കഷ്ണം കണ്ടു എന്നതാണ്. അപ്പോൾ ഇതിന് മാത്രം ഉണ്ണിയപ്പം വെച്ചിട്ട് കൂടോത്രം ചെയ്യും കൈവശം കൊടുക്കുന്ന ആരാ ഉള്ളത് ഞാൻ സ്വയം ആലോചിച്ച് പോയിട്ടുണ്ട്. ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ സ്റ്റഡി സയൻസ് എന്നും ഫിസിക്കലിന് ബിയോണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ സ്റ്റഡി സ്പിരിച്വാലിറ്റി എന്നും ഉള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കലർത്തില്ല. നമ്മളുടെ ഈ ലോകം എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷനാണ് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. പിണ്ടാണ്ടവും അണ്ടാണ്ടവും തമ്മിൽ വലിയ വ്യത്യാസമല്ല. ഒന്നാമത്തെ കാര്യം, ഈ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഗ്രഹത്തിൽ ഒരു മനുഷ്യവാസം പോലും ഇല്ല എന്നുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ രാഹു അല്ലെങ്കിൽ കേതു എന്ന് പറയുന്നതായ ആ സബ്ടൈൽ എലമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസാണ് ഉദ്ദേശിക്കുന്നത്. സാറ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ജ്യോതിഷം എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ചില ആൾക്കാർ പറയുന്നൊരു ഇതുണ്ട്, അതായത് നമ്മൾ ഒരു നിരപ്പുള്ള ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മുമ്പിൽ ഒരു വളവുണ്ട് എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കും. അപ്പം അതുപോലെ നമുക്ക് ജ്യോതിഷത്തെ കണ്ടുകൂടെ? ഈ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി അല്ല ജ്യോതിഷം വേദത്തിൻ്റെയോ തന്ത്രത്തിൻ്റെയോ അതുപോലെയുള്ള വിഭാഗങ്ങളുടെയൊക്കെ അംഗമായിട്ട് വെച്ചിട്ടുള്ളത്. വേദാംഗമാണ് ജ്യോതിഷം. അതുകൊണ്ട് തന്നെ ഇത് ദൈവികമായ ഒരു ശാസ്ത്രശാഖയാണ്. അതിൻ്റെ പർപ്പസേ വേറെയാണ്. നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് ഉള്ള ദേശകാല നിർണയങ്ങൾക്ക് സഹായകമായ ഒരു വസ്തുവായിട്ട് മാത്രമാണ് ജ്യോതിഷത്തെ നമ്മൾ പഴയ കാലത്ത് കണക്കാക്കിയിരുന്നത്. പിന്നീടാണ് അത് കുറച്ചുകൂടെ ആ ഒബ്സർവേഷനുകളെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ക്ഷേത്ര സംബന്ധിയായിട്ട് ഉള്ള പ്രശ്നവിചാരങ്ങൾ മുതലായ കാര്യങ്ങൾ. ഒരേ റൂട്ട് ഒബ്സർവേഷൻ ഈസ് ദ സെയിം. ദേശകാല നിർണയം, ഈ സ്ഥലം ഈ സമയം കൊള്ളാമോ, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് എല്ലാം. ക്ഷേത്രവിചാരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ്. അതേ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഹ്യൂമൻസിൻ്റെ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിൽ കൊണ്ടുവരുന്നത്. അത് പോസിബിൾ ആണോ? അപ്പം നമ്മളിപ്പം ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം, അല്ലെങ്കിൽ നമ്മളുടെ രാഹു ബാധിച്ചു കേതു ബാധിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ ജ്യോതിഷം എടുത്തു പോകുമ്പോൾ ആദ്യം പറയുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ചൊവ്വാദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ഒരു സംശയം, ചില ആൾക്കാർ പ്രത്യേകിച്ച് എത്തിസ്റ്റായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ മൈലുകൾക്കപ്പുറം അല്ലെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹം എങ്ങനെ നമ്മളെ സ്വാധീനിക്കും? ഒന്നാമത്തെ കാര്യം, ഈ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഗ്രഹത്തിൽ ഒരു മനുഷ്യവാസം പോലും ഇല്ല എന്നുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു പ്രാണവായു ഇല്ലാത്ത ഗ്രഹങ്ങളാണല്ല. ഒരു ജീവൻ എക്സിസ്റ്റൻസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണതെല്ലാം. അതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇതൊന്നുമല്ല. ഈ പറയുന്ന ഗ്രഹങ്ങളൊന്നുമല്ല. അല്ല, നമ്മളിപ്പം ചൊവ്വയല്ല. ഇപ്പോൾ ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന വിഖ്യാതമായിട്ട് പറയുന്നതായ നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന ചന്ദ്രൻ അതിന് സ്വയം പ്രഭയില്ലാത്ത ഒന്നാണ്. മറിച്ച് ചന്ദ്രന് 16 കലകളാണ്. ചന്ദ്രന് 16 അമൃത കലകളാണ് ഉള്ളത്. അതിൽ കൂടുതൽ അത് സ്വയം പ്രകാശമാനമായ ഒരു ഒബ്ജക്റ്റാണ്. അതിൽ നിന്ന് അമൃതം പ്രവഹിക്കുകയാണ്. അപ്പോൾ ആ ചന്ദ്രമണ്ഡലം എവിടെ? അങ്ങനല്ലേ ഇന്ന് നമ്മൾ കാണുന്ന മൂൺ അങ്ങനെയാണ്. അതാണോ നമ്മളുടെ ഫിലോസഫിക്കൽ മൂൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും അങ്ങനെ. അപ്പം ഇതുപോലെ ഇതല്ലേ ഈ പറയുന്ന വിധത്തിലുള്ള ഒരു ഗ്രഹം അല്ലേ മറ്റു ഒരു ഡെഫിനറ്റ്ലി അല്ല. നമ്മളുടെ ഈ ലോകം എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷനാണ് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. പിണ്ടാണ്ടവും അണ്ടാണ്ടവും തമ്മിൽ വലിയ വ്യത്യാസമല്ല. അതുകൊണ്ടാണ് ഈ ചില താന്ത്രിക ന്യാസങ്ങളിലൊക്കെ ഇതിനെല്ലാം ഗണേശ ഗൃഹ നക്ഷത്ര യോഗിനി പീഠ ന്യാസങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലല്ലേ ചെയ്യുന്നത്. രാഹു എന്ന് പറയുമ്പോൾ രാഹുവിനെ പോയി തൊടുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഒരു പർട്ടിക്കുലർ പൊസിഷനെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് നമ്മളുടെ
ബർത്ത് ടൈം അനുസരിച്ചിട്ട് ആ സമയത്ത് ഈ രാഹു അല്ലെങ്കിൽ കേതു എന്ന് പറയുന്നതായ ആ സബ്ടൈൽ എലമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ രാഹുവോ അല്ലെങ്കിൽ കേതുവോ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു എൻറ്റിറ്റി പോലും ഇല്ല. അത് നിഴലുകളാണ്. നോക്കിക്കഴിയുമ്പോൾ അത് ഛായാഗ്രഹങ്ങളെന്നാണ് പറയുന്നത്. പ്രധാന ഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൽ സൂര്യൻ പ്ലാനറ്റ് അല്ല, സൂര്യൻ എന്ന നക്ഷത്രമാണ്. നമ്മുടെ ലോക കാര്യത്തിൽ നോക്കുമ്പോൾ സൺ ഈസ് ദ ഓൺലി ഇലൂമിനൻ്റ് ബോഡി. ബാക്കി എല്ലാത്തിനും ഇലൂമിനേഷൻ സ്വന്തമായിട്ടില്ല, സണ്ണിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. മറിച്ച് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങനെ അല്ലല്ലോ, അല്ല. അപ്പോൾ അത് അവരെ മീൻ ചെയ്യുന്നത് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈയിടയ്ക്ക് എവിടെയോ അത് തന്നെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കേൾക്കാനും ഇടവന്നു. പ്രോബ്ലി ഞാൻ ജ്യോതിഷത്തിൽ അത്രയ്ക്കൊരു ഫോക്കസ്ഡ് മൈൻഡ് അല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി അത്ര ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടു. ബട്ട് ഒബ്വിയസ്ലി അന്നും ഇന്നും എനിക്കൊരു അഷ്വറൻസ് എന്താണുള്ളതെന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും നമ്മുടെ ലോകത്തിൽ കാണുന്ന ചൊവ്വായോ ബുധനോ വ്യാഴമോ ഒന്നുമല്ല. അല്ല, ഇതൊരു ഒരു ബിയോണ്ട് എക്സ്പ്ലനേഷന് വരുന്ന ഒരു കാര്യമല്ല. ദേ ആർ ബൗണ്ട് ടു യുവർ ബർത്ത്, ബൗണ്ട് ടു യു. സോ നിങ്ങളുടെ വ്യാഴം, നിങ്ങളുടെ ശനി, നിങ്ങളുടെ രാഹു, നിങ്ങളുടെ കേതു, അത് വേറൊരാളുടേതല്ല, നമ്മളുടെ തന്നെയാണ്. അല്ല സാർ, കൂടുതലും ഞാൻ പറഞ്ഞു സയൻസ് മോഡേൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം സാറിന് ഇത് എത്രത്തോളം അല്ല ഇത് മിഥ്യയാണെന്നാണോ? ഈ ലോകത്തിലുള്ള പ്ലാനറ്റുകളെ വെച്ചിട്ട് നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഫുളിഷ് ആയിരിക്കണം. എത്രയോ ദൂരത്തുള്ള ചന്ദ്രന് തന്നെ നമ്മളിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുക? എന്നാൽ ഇൻഫ്ലുവൻസ് ഇല്ലയെന്നും പറയാൻ പറ്റില്ല. സയൻസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? വേലിയേറ്റം, വേലിയിറക്കം മുതലായ കാര്യങ്ങൾക്ക് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. അഗൈൻ ഒബ്വിയസ്ലി അത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ഇത് നമ്മുടെ അങ്ങനെ നോക്കിയാൽ ചന്ദ്രനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആകെപ്പാടെ ഒരു കാര്യം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ലേ? ലൈറ്റ് തെറാപ്പി കൊണ്ട് നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള എന്തെങ്കിലും ഗ്രഹദോഷങ്ങളുണ്ടെങ്കിൽ മാഗ്നറ്റിസമാണ് അല്ലെങ്കിൽ ലൈറ്റാണ്, അതിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ടാണ് നമ്മുടെ ജാതകത്തിൽ വേരിയൻസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അഗൈൻ ഈ മാഗ്നറ്റിക് തെറാപ്പി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ റിക്വയർഡ് എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് എക്സ്പോഷർ കൊണ്ടോ നമുക്ക് ഈ ജാതകദോഷങ്ങൾ മാറ്റാനും പറ്റണം. ഒരിക്കലും അതല്ല. സൺ അല്ലെങ്കിൽ മൂൺ എന്ന് പറയുന്നത് അരുണും എനിക്കും എല്ലാം ഒരേ ദൂരത്താണ്, സെയിം ഡിസ്റ്റൻസിലാണ്. സോ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇസ് ഓൾസോ സെയിം. പക്ഷെ രണ്ട് ജാതകന്മാരുടെ ഇമ്പാക്റ്റ് അതല്ലല്ലോ, അല്ല. അപ്പോൾ ഈ ഗ്രഹങ്ങളൊന്നും തന്നെ ഈ കാണുന്ന ഗ്രഹങ്ങളാവില്ല. ദേ ആർ സംതിങ് എൽസ്. ദാറ്റ് ഈസ് വൈ ദേ ആർ ഇമ്പാക്റ്റിംഗ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശനി നിങ്ങളുടെ ശനിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എക്സർട്ട് ചെയ്യുന്നത് വേറൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഒരേ കാലത്തിൽ ഒരേ ഹോസ്പിറ്റലിൽ അടുത്തടുത്ത ബെഡിൽ നടക്കുന്ന പ്രസവത്തിലുണ്ടാകുന്ന രണ്ട് കുട്ടികൾക്ക് വ്യത്യസ്തമായ ജാതകങ്ങളും വ്യത്യസ്തമായ ജീവിതവും അനുഭവവും എല്ലാം ഉണ്ട്. എന്തിനാണ്? ഒരേ വയറിൽ നിന്ന് ഒന്നിച്ച് പിറന്ന ട്വിൻസിന് രണ്ട് ജീവിതം, രണ്ട് രീതിയിലുള്ള ഫേറ്റ് ഉണ്ടാവാറില്ലേ? ഇല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദീസ് ഫിസിക്കൽ പ്ലാനറ്റ്സ്. ഈ ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ സ്റ്റഡി സയൻസ് എന്നും ഫിസിക്കലിന് ബിയോണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ സ്റ്റഡി സ്പിരിച്വാലിറ്റി എന്നും ഉള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കലർത്തില്ല.
നമ്മളുടെ ആൾക്കാർ അന്നും വളരെ എക്സ്പെർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും ഇന്ന് മാത്തമാറ്റിക്സിൽ കാണുന്ന ഒരുമാതിരി പഴയ സീരീസുകൾക്ക് എല്ലാത്തിനും മാധവ എന്നുള്ള പേര് കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ചിരുന്ന ശങ്കമ ഗ്രാമ മാധവൻ എന്ന് പറയുന്ന ഒരു മഹാനെ ചേർത്തിട്ടാണ് ഈ പഴയ തീരങ്ങൾ മുഴുവൻ റിന്യൂ ചെയ്ത് വരുന്നത്. സോ നമുക്ക് നോളജ് പഴയ കാലത്ത് അതിലും എക്സ്ട്രീം നോളജ് ഉണ്ടായിരുന്നു, അതേ കാലത്ത് ഇതിലും നോളജ് ഉണ്ടായിരുന്നു. വി ആർ വെൽ വേഴ്സ്ഡ് ഇൻ ബോത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഏതോ ഒരു സമയത്ത് ആ ബൗണ്ടറി ഇല്ലാതായി നമ്മൾ രണ്ടും കൂടെ ഒരിക്കലും മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്താൽ നമുക്കത് എന്തിനേയും നമുക്ക് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഒരാളെ വെല്ലുവിളിച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ചിലപ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഈ പുതിയ ഭാഷ പറഞ്ഞ ലെയറിൽ കയറുന്നൊരു സാധനമാണ് ജ്യോതിഷം. കാരണം അതിനൊരു കാരണമുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പം അടുത്ത് തന്നെ ഒരുപാട് ന്യൂസുകളിൽ വന്ന കുറേ ആൾക്കാരുണ്ട് ഈ പല ഈ ക്രിയകൾ ചെയ്യുന്ന. ഇപ്പം സാറ് തന്നെ തന്ത്രം എന്നുള്ളൊരു രീതിയിലോട്ട് സാറ് പറഞ്ഞു. ഇപ്പോൾ ഈ തന്ത്രം എന്ന് പറയുന്നത് അത് എങ്ങനെ അതിനെ നിർവചിക്കാൻ പറ്റുന്നത്? എന്താണ് തന്ത്രം? അത് പല ആൾക്കാർ ഇപ്പം പറയുന്നുണ്ട് കൂടോത്രം എന്നാണ് ചിലപ്പോൾ ചിലർ പറയും, ചില ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് എന്താണിത് കണക്റ്റഡ് വരുന്നത്? തന്ത്രത്തിന് മീനിങ്ങുകളുണ്ട്. തന്ത്രത്തിന് 4-5 വേർഡ് മീനിങ്ങുകളുണ്ട്. എന്തായാലും വിസ്തരിതമാക്കുന്ന ഒന്നാണ് തന്ത്രം. അതായത് ശരീരത്തെ സംബന്ധിച്ച ശരീരമില്ലാതെ തന്ത്രത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. അതായത് ഒരു ഉപനിഷത്ത് വാക്യമുണ്ട്, പിണ്ടാത് ജനനം തത്രൈവ മുക്തി. പിണ്ടം ആയിരിക്കുന്നതായി ശരീരത്തിൽ തന്നെയാണ് ജന്മം, മുക്തിയും ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇതില്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതിനെ വിസ്തരിപ്പിക്കുന്ന ഒന്നാണ് തന്ത്രം. അതിൻ്റെ അവെയർനെസ്, നോളജ്, അതിൻ്റെ പ്രവൃത്തികൾ, ശരീരത്തെ കൊണ്ടുള്ള എക്സർസൈസുകൾ, ശരീരത്തെ കൊണ്ടുള്ള പ്രവൃത്തികൾ, ഇതിനെ വിപുലമാക്കുന്ന ഒന്നാണ് തന്ത്രം. ഇൻക്ലൂഡിങ് യോഗിക് പ്രാക്ടീസസ്, പൂജ, ജപം, നിയമം തുടങ്ങിയ എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും. സോ തന്ത്ര ഈസ് എ ലോട്ട് അബൌട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കണക്റ്റഡ് ടു ദ മെൻ്റൽ ആക്ടിവിറ്റി എന്ന് സിമ്പിളർ ടേംസിൽ വേണമെങ്കിൽ പറയാം, വളരെ സിമ്പിളർ ടേംസിൽ. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങേ എക്സ്ട്രീം തൊട്ട് ഇങ്ങേ എക്സ്ട്രീം വരെയുള്ള എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് സാധിക്കും. അതിൽ ഈ പറയുന്ന കൂടോത്രമാവാം, ഇപ്പുറത്ത് മോക്ഷവിദ്യ ആവാം. അതിന് സാധ്യതയുണ്ട്. കൂടോത്രം എന്ന് പറയുന്നൊരു സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന കൈവശം, അങ്ങനെ പല ടൈംസ് പറയുന്നുണ്ടല്ലോ ആൾക്കാർ. അതിനകത്തും ഈ പറയുന്ന ഇതിന് അല്ല, കൈവശ വിഷയത്തിലും എനിക്ക് ചില നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണെന്നാണ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ കൈവശം, ഈ തിരുവഴ പോയി കൈവശം ശ്രദ്ധിച്ച പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുമ്പോഴത്തേക്കും അവർക്കെല്ലാം ഈ ഉണ്ണിയപ്പത്തിലാണ്. അല്ല, ഛർദ്ദിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കഷ്ണം കണ്ടു എന്നതാണ്. അപ്പോൾ ഇതിന് മാത്രം ഉണ്ണിയപ്പം വെച്ചിട്ട് കൂടോത്രം ചെയ്യുന്നു, കൈവശം കൊടുക്കുന്ന ആരാ ഉള്ളതെന്ന് ഞാൻ സ്വയം ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് വേറൊരു വ്യക്തിയായിട്ട്, ഒരു ആയുർവേദ ഡോക്ടറുമായിട്ട് ഈ കാര്യം സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സജഷൻ പറഞ്ഞത്, ഇതിന് അന്തരീക്ഷത്തിൽ അമൃതകലകളല്ലാതെ തന്നെ വിഷകലകളും ഉണ്ട്. അമൃതകലകൾ പോലെ തന്നെ അതല്ലാതെ അതിൻ്റെ ആബ്സെൻ്റ് ആയിട്ടുള്ള സമയത്ത് അന്തരീക്ഷത്തിൽ വിഷകലകളുടെ സാന്നിധ്യമുള്ള സമയത്ത് നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണം വിഷമയമായി മാറും. അല്ലാതെ വേറൊരാൾ തന്നിട്ട് നമുക്ക് കൈവശം ഏൽക്കണമെന്നില്ല. നമ്മളൊരു ജ്യൂസ് വാങ്ങി കുടിച്ചു, ജ്യൂസ് വാങ്ങി കുടിക്കുന്ന സമയത്ത് വിഷകലകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ ആ ജ്യൂസ് വിഷമാകുന്നത് വേറെ, ജ്യൂസിൽ വിഷകലകളുടെ സാന്നിധ്യമുള്ള സമയത്ത് ജ്യൂസ് കുടിക്കുന്നത് വേറെ. ജ്യൂസ് വിഷമാകുമ്പോൾ നമ്മുടെ ശരീരത്തിനാണ് കോട്ടം തട്ടുക, വയറിളക്കം സംഭവിക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ പോയ്സൺ ഇമ്പാക്റ്റ് മെഡിക്കൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ വരാം.
വിഷകലകളുടെ സാന്നിധ്യമുള്ളപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതായ ഭക്ഷണം നമ്മുടെ സബ്ടൈൽ ബോഡിയെ വിഷലിപ്തമാക്കും. നമ്മുടെ ബേസിക് ബിഹേവിയറിനുണ്ടാകുന്ന മാറ്റം ഉണ്ടാവാറുണ്ട്. സാധാരണ ചിലർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതുവരെയുള്ള ആളല്ല അയാൾ വേറൊരാളായിട്ട് മാറി, പുള്ളിയുടെ ബിഹേവിയർ പാറ്റേൺ മാറി, അങ്ങനെ പറയുമ്പോൾ അതിന് സാധ്യതയുണ്ടോ? അത് ഗ്രോസ് ബോഡിയിലല്ല അത് ഇമ്പാക്റ്റ്, മെൻ്റലി നമുക്കൊരു സബ്ടൈൽ ആയിട്ടുള്ള ബോഡിയിലാണ് അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഗ്രോസ് ബോഡിയിൽ ചിലപ്പോൾ ഒരു കുഴപ്പവും കാണില്ല, നമ്മുടെ മനസ്സിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണല്ലോ ഗ്രോസ് സബ്ടൈൽ, സ്ഥൂലം സൂക്ഷ്മം എന്നുള്ള സ്ഥൂലമായ ശരീരം നമ്മൾ കാണുന്നത്. സൂക്ഷ്മമായത് അതിനകത്തുള്ളതായ ഒരു ജ്ഞാനേന്ദ്രിയങ്ങൾ മുതലായ തന്മാത്രകൾ മുതലായ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെ ആയിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട്, വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഈ താന്ത്രിക അല്ലെ ഇതുപോലെ ഒരാളുടെ മനസ്സിനെ നമുക്ക് ഡെഫിനറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം മോഡേൺസിൽ ഇപ്പം കുറേ റീൽസിലായാലും മറ്റ് ഇതിലൊക്കെ കാണുന്ന മറ്റേ മെൻ്റലിസം എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ഞാനിപ്പം തിരിച്ചു പറയുകയാണെങ്കിൽ മറ്റേ ആനന്ദഭദ്രൻ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ പരകായ പ്രവേശം എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു വകഭേദമാണോ അതോ ഇപ്പം ആൾക്കാർ ഈ പറയുന്ന നമ്മൾ പോലും അറിയാം നമ്മളുടെ ഫോണിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുന്നു, അൺലോക്ക് ചെയ്യുന്ന രീതികളുണ്ട്. അത് എത്രത്തോളം എനിക്ക് ശരിയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ കൂടുതലും ഈ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ മെൻ്റലിസം അല്ലെങ്കിൽ ഈ പറയുന്ന താന്ത്രിക ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെയൊന്നും ആവില്ല. നമ്മളെ റീഡ് ചെയ്യാൻ നമ്മൾ അവരെ പെർമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ല, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ അവർ താഴ്ത്തുകയും അതിലേക്ക് അവർ ഇൻവേഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ആർ ഏബിൾ ടു ഇൻഫ്ലുവൻസ് അവർ തോട്ട് പ്രോസസ്. നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ അവർ ഇൻവേഡ് ചെയ്തിട്ടാണ് മെൻ്റലിസ്റ്റുകളും ഒക്കെ ചെയ്യുന്നത്. അതൊരു കഴിവാണ്. ഒരിക്കലും അത് മാജിക്കാണോ അല്ലെങ്കിൽ അത് തട്ടിപ്പാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു കഴിവാണ്. ബട്ട് ഇറ്റ് ഈസ് അറ്റൈൻഡ് ത്രൂ. അല്ല, അത് ഒരുപാട് പേര് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ആ ഒരു മെൻ്റലിസം പഠിക്കാൻ പോലെ ഒരു കോഴ്സ് ചാർജ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് അറ്റൈൻഡ് ത്രൂ എ പ്രാക്ടീസ്. പ്രോബബ്ലി അയാൾക്കുള്ള എഫക്റ്റ് അയാളിൽ നിന്ന് പഠിച്ച ഒരാൾക്കുണ്ടാവില്ല. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൽ കൂടാം, ചിലപ്പോൾ അതിൽ കുറയാം. എക്സാക്ട്ലി, അങ്ങനെ വരാം. ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് ഹൗ യു ആർ ഷേപ്പിംഗ് ഇറ്റ് അപ്പ്. അത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ധീഷണ ശക്തിക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. അതിപ്പോൾ ഒബ്വിയസ്ലി ഒരു മാന്ത്രികൻ്റെ മകൻ ഒരിക്കലും വലിയ മാന്ത്രികനാകണമെന്നില്ലല്ലോ. അപ്പോൾ അതേപോലെ അല്ല, ഇതിനൊരു കണക്ഷൻ ഉണ്ടെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ ചിന്തകളെയോ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികളെയോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നുകിൽ മന്ത്രം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൊണ്ട്, എന്തെങ്കിലും ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് പറ്റും. നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്ത ഒരാളെ, അതെ, അയാൾ അറിഞ്ഞോ അറിയാതെ രുചിയുള്ള ഭക്ഷണം ചിലരുടെ മനസ്സിലേക്ക് കയറാൻ ഏറ്റവും എളുപ്പം ഒരു രുചിയുള്ള ഭക്ഷണം കൊടുക്കുക. നമ്മൾ ഒരാൾ വീട്ടിലേക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു തരത്തിലുള്ള ഒരു വശീകരണമാണ്. ഭാര്യ ഭർത്താവിന് അയാൾക്ക് ഇഷ്ടമുള്ള ഇത് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെ ഭർത്താവ് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നു. ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന് വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ വശീകരണം. നമ്മൾ കുറേ മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ അത് തന്ത്രമാണെന്ന് പറഞ്ഞ് തന്ത്രത്തിനെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. ഇതൊന്നും ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാത്തതൊന്നുമല്ല. ഇടയ്ക്കൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രണയം ഒരു തരത്തിലുള്ള വശീകരണമാണ് എന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ. കാരണം അതുവരെ ജീവിച്ചൊരു സാഹചര്യത്തിൽ നിന്ന് മൊത്തത്തിൽ അയാളെ മാറ്റി മറ്റൊരിടത്തേക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ശക്തി അതിനുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പ്രണയത്തെ മാത്രം കുറ്റം പറയണ്ട. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോവാണ്, മേലധികാരിയെ പ്രീതിപ്പെടുത്താൻ താഴെയുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഫോർ പ്രൊമോഷൻ ഓർ ഫോർ പെറ്റി ഗെയിൻസ് ഓർ ഓൾ ദീസ് തിങ്സ്. ഇതും ഒരുതരം വശീകരണമാണ്. അല്ലെങ്കിൽ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിനെ പറ്റി നമ്മൾ കുറ്റം പറഞ്ഞു കൊടുത്ത് അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക, അത് മാരണമാണ്. നമ്മൾ ഈ കാണുന്ന ഓം ഹ്രീം എന്നൊക്കെ പറയാനുള്ള മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇമ്പാക്റ്റ് ഈസ് ദ സെയിം. കുറ്റം മുഴുവനും തന്ത്രത്തിനാണ്, തന്ത്രം മുഴുവനും കൂടോത്രമാണ്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എത്ര നമ്മുടെ സാമാന്യ ലൈഫിനെ, സാധാരണ ജീവിതത്തിനെ നമ്മൾ എത്ര ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളത്
ഒന്ന് നമ്മൾ സെൽഫ് ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും, നമ്മുടെ ബിഹേവിയർ കൊണ്ട് തന്നെ. അതിൻ്റെ ഒരു വെർഷനാണ് കുറച്ച് മന്ത്രങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ ഇതിഹാസ പുരാണങ്ങളിൽ കാണുന്നതായ എല്ലാ അസ്ത്രങ്ങളും മന്ത്രങ്ങളാണ്. ബ്രഹ്മാസ്ത്രം, വാരുണാസ്ത്രം, വായവ്യാസ്ത്രം എല്ലാം മന്ത്രങ്ങളാണ്. ഇതൊന്നും പ്രയോഗിക്കാനായിട്ട് ഒരു ഒലക്കയോ ഒന്നും വേണ്ട. ഈ ഒരു മന്ത്രത്തിന് സ്പൂൺ വെള്ളം ഉണ്ടെങ്കിൽ ഈ മന്ത്രം ഇമ്പാക്ട് ചെയ്യാം. കാരണം നിത്യം ചെയ്യുന്ന സന്ധ്യാവന്ദനം ഒരു അസ്ത്രപ്രയോഗമാണ്. രണ്ട് കയ്യിലും വെള്ളം എടുത്തിട്ട്, നമ്മളിപ്പം കാണുന്നതെല്ലാം ശരിക്കും ഇങ്ങനെ വെള്ളം അർഘ്യപ്രധാനമാണല്ലോ. ശരിക്കും അർഘ്യപ്രധാനത്തിൻ്റെ മെത്തേഡ് അങ്ങനെയല്ല. ധർമ്മശാസ്ത്രം വായിച്ച് നോക്കിയാൽ ധർമ്മശാസ്ത്രം അനുസരിച്ച് അർഘ്യപ്രദാനം ചെയ്താൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ആ വെള്ളം അടിക്കണം, എടുത്ത് മുകളിലേക്ക് അടിക്കണം. അസ്ത്രമാണ് പ്രയോഗിക്കുന്നത് ഗായത്രി കൊണ്ട്. അതായത് ഇവിടുന്ന് വിടുന്നത് ആദിത്യമണ്ഡലത്തിലെത്തണം. ഫിലോസഫി വേറെ, പ്രയോഗം വേറെ. ഇതിൻ്റെ ഫിലോസഫി വാസ് മേ ബി ടോട്ടലി ഡിഫറെൻറ്റ്. ബട്ട് പ്രയോഗ സൈഡാണ് ധർമ്മശാസ്ത്രങ്ങൾ മുഴുവനും. ഹൗ ടു ആക്ട്. അടിച്ചാൽ മറ്റേ ഒരു സിനിമയിൽ പറയുന്നത് ഞാനടിച്ചാൽ താങ്ക മാട്ടേന്ന്, അതേപോലെയാണ് ഈ അത്ര ഫോഴ്സോടുകൂടി നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യണം ശരീരത്തിൽ. നമ്മളത് ഇമ്പാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം അത്രയും കുലുങ്ങും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിൽ വേണം. ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് സന്ധ്യാവന്ദനം. അപ്പോൾ ഇതെല്ലാം അസ്ത്രപ്രയോഗങ്ങളാണ്, ഇതെല്ലാം മന്ത്രമാണ്. മന്ത്രം കൊണ്ടാണ് അസ്ത്രപ്രയോഗങ്ങൾ മുഴുവൻ. അതിനൊരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ഈവൻ എ സ്പൂൺ ഓഫ് വാട്ടർ ഈസ് മോർ ദാൻ എനഫ് ടു ഡു. ഞാൻ കേട്ടിട്ടുണ്ട് ചില കോഡുകളാണ് ഇപ്പം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന സാധനം തന്നെ ഈ അടുത്ത ന്യൂക്ലിയർ വെപ്പണുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അത് എവിടെ പറയുന്ന ആ ഒരു ഇത് എവിടെ നിന്ന് വരും, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള അതാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള രീതി ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്ത്രത്തിലുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ഒരു തരത്തിലൊരു കോഡക്കാണ്. ഒരു രീതിയിൽ അതിനെ ഡെസിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കട്ടപ്പയാതി എന്ന് പറഞ്ഞൊരു രീതിയാണ്. കട്ടപ്പയാതി സംഖ്യകൾ എന്നുള്ള ഒരു ഇത് പരൽപ്പേര് എന്ന് പറഞ്ഞത് മലയാളത്തിൽ പറയും. കട്ടപ്പയാതി എല്ലാ മന്ത്രങ്ങളെയും നമുക്ക് കട്ടപ്പയാതിയിൽ ഡിഫൈൻ ചെയ്യാം. കട്ടപ്പയാതി എന്ന് പറഞ്ഞാൽ ഈ കാക്ക കാക്കങ്ങ ഇങ്ങനെ പിരിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരു ആൽഫ ന്യൂമറിക്കൽസ് കൊടുക്കും. 0 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഈ അക്ഷരങ്ങൾക്കെല്ലാം ഒരു വാല്യൂ ഉണ്ട്. എന്നിട്ട് ഈ മന്ത്രത്തിൽ അത് വെച്ചിട്ട് ഈ വാല്യൂ അസൈൻ ചെയ്യണം. എന്നിട്ട് ഈ കടവ്യാധിയുടെ ഒരു കുഴപ്പമുണ്ട്. ഇത് നമുക്ക് അവസാനം കിട്ടുന്ന ഒരു ഡിജിറ്റ് ഉണ്ടല്ലോ, ആ സീക്വൻസ് റിവേഴ്സ് ചെയ്തിട്ടാണ് വായിക്കാം. അതായത് 550 എന്ന് പറഞ്ഞാൽ 55 ഉണ്ടാവുള്ളൂ. 055 550 അല്ല, അതിനെ റിവേഴ്സ് ചെയ്ത് വേണം വായിക്കാൻ. അപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വായിച്ചാലും പ്രയോജനമില്ല. തന്ത്രത്തിലേക്ക് വരുമ്പോൾ ഇതിനെ സെൻസിബിളായിട്ടുള്ള ഒരു നമ്പറാക്കി മാറ്റണം. ഇപ്പോൾ 16, 108, 8, 9, 36 ചില നമ്പറുകൾക്കൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ. 36 എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ 36, 32 എന്ന് പറഞ്ഞാൽ 36 തത്വങ്ങളിലെ ശുദ്ധവിദ്യ തത്വം, പരിശുദ്ധമായ വിദ്യയാണ് 32. ഇപ്പം ഖഡ്ഗം എന്നുള്ള വാക്ക്, വാളെന്താ ചെയ്യുക? വെട്ടും. ഖഡ്ഗത്തിന് കടവ്യാധി എടുത്താൽ 32 കിട്ടും. ഭഗവതി വാളുകൊണ്ട് എന്താ ചെയ്യുക? അവിദ്യ വെട്ടുക. സോ മീനിങ് അങ്ങനെയാണ് നമ്മൾ ഡെസിഫർ ചെയ്തെടുക്കുന്നത്. സോ ആസ് യു സൈഡ് പറഞ്ഞതുപോലെ ഈ ഇതിനൊരു കോഡ് ഉണ്ടാവും. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. നമുക്കറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയത്തില്ല എന്ന് പറയും. അതായത് അത് വെച്ചിട്ട് നമുക്കൊരു ബ്രഹ്മാസ്ത്രം ഇനി ഉണ്ടാക്കൽ പറ്റില്ല. ബട്ട് യെസ്, ദേ ആർ പൊട്ടൻറ്റ് ഇനഫ് ടു ഡു ഇറ്റ്.
വെറുതെ ആ ബ്രഹ്മാസ്ത്ര മന്ത്രങ്ങൾ ഏതാണ്? കാരണം ഗായത്രി ആണ്, ഗായത്രി ശിരസ്സോടുകൂടിയാണ് ബ്രഹ്മാസ്ത്രം. വൈദികമായിട്ട് നോക്കിയാൽ, താന്ത്രികമായിട്ട് നോക്കിയാൽ ബഗളയുടെ മന്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ഗായത്രിയിലും ബ്രഹ്മശീർഷം, ബ്രഹ്മദണ്ഡം, ബ്രഹ്മശിരസ് എന്ന് പറഞ്ഞ് 4 അസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ബഗളയുടെ ആണെങ്കിലും അതേപോലെ ബഗളാമുഖിയുടേത് ബൃഹദ്ഭാനുമുഖി, രണമുഖി എന്ന് പറഞ്ഞ് 4 മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ചോദിക്കാം, ഇതേത് വെച്ചിട്ടാണ് രാവണനെ രാമൻ വധിച്ചത് എന്നുള്ളത്. താന്ത്രികരുടെ അഭിപ്രായത്തിൽ ഇതിലെ ബൃഹദ്ഭാനുമുഖി എന്ന് പറയുന്ന മന്ത്രം വെച്ചിട്ടാണ് രാവണനെ കൊന്നത്. ഇതിൽ നോക്കുമ്പോൾ ബ്രഹ്മാസ്ത്ര മന്ത്രങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട്. അഗൈൻ വൈദികത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ നേരെ ചൊല്ലിയാൽ മന്ത്രം, റിവേഴ്സിൽ ചൊല്ലിയാൽ അസ്ത്രം. ഭർഗോ ദേവസ്യ മന്ത്രം സ്യവദേ ഗോർഭ അസ്ത്രം. ഇങ്ങനെയുള്ള അസ്ത്രം അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. അത് നമുക്ക് റെലവൻസ് ഇല്ലല്ലോ, അത് പറഞ്ഞുവിടല്ലോ. ദർ ആർ സീക്രട്സ് ബട്ട് ദർ ആർ തിങ്സ് വിച്ച് ആർ ഇൻ റിവേഴ്സ്. അപ്പം തീർച്ചയായിട്ടും സാറ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ തന്ത്രം പോലുള്ള വിദ്യകൾ കൊണ്ട് നമുക്ക് ഉറപ്പായും മറ്റൊരാളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സ്വാധീനിക്കാം. അപ്പം സാറ് ഇതിപ്പം മോഡേൺ സാറിൻ്റെ പ്രൊഫഷൻ വെച്ച് പറയുകയാണെങ്കിൽ മോഡേൺ സയൻസിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നമ്മളൊരു അറിയാമല്ലോ, ആൾക്കാർ പറയുന്ന രീതിയിൽ കൂടോത്രം എന്നുള്ള രീതിയിലോട്ടായിരിക്കും, അല്ലെങ്കിൽ അത് മിഥ്യയായിട്ടായിരിക്കും ഒരു പക്ഷേ പറയുന്നത്. അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് സാറിൽ നിന്ന് എങ്ങനെ കിട്ടുന്നത്? അല്ല, അക്സെപ്റ്റ് ചെയ്യാവുന്നത് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് അഫെയർ. ചില കാര്യങ്ങൾ നമ്മൾ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഓവർസീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു മിനിമം അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ വിശ്വാസഭൂയിഷ്ടമായ അനുഷ്ഠാനങ്ങൾ ഇതിനൊന്നും വിലയില്ലാതായിപ്പോൾ വെറും അതിനെ മാത്രം വിശ്വസിച്ചിരുന്നാൽ. എന്ത് സംഭവിക്കുന്നതും അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നുള്ള ഒരു പാനിക്കിലായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം മുഴുവനും. സോ എത്രത്തോളം എടുക്കാവോ അത്രത്തോളം എടുക്കാവുള്ളൂ. യു ഹാവ് ടു ബി അലർട്ട്, യു ഡോണ്ട് ഹാവ് ടു ബി ഈസ്. At the same time, you don't have to spend your whole life panicking also. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർക്കെല്ലാം പാനിക്കാണ്. അവൻ വെച്ചിട്ടുണ്ടാവോ, അവൻ എന്തെങ്കിലും ചെയ്തോ, ഇവൻ എന്തെങ്കിലും ചെയ്തോ. ദിവസവും ഒരു 5 നേരം ഇതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന സമയത്ത്, ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ചെരുപ്പ് പുറത്തിട്ടു അമ്പലത്തിൽ പോയി, പിന്നെ അകത്ത് നിന്ന് കൃഷ്ണ എന്നല്ല, ചെരുപ്പ് ആരും കൊണ്ടുപോകുക ഈശ്വര, 1000 രൂപയുടെ ചെരുപ്പാണല്ലോ ഭഗവതി, 2000-3000 രൂപ മേടിച്ച് കാണിച്ച ക്രോക്സാണ്, ആരും കൊണ്ടുപോകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എവിടെ? അതേപോലെയാണ് നമ്മൾ ഈ പാനിക് ചെയ്ത് ജീവിക്കുന്നത്. അവൻ ശരിയല്ല, അവൻ നമുക്കിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടാവോ, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ചേഞ്ച്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ, കുഴപ്പമില്ല, വരുന്ന വഴിക്ക് വെച്ച് നോക്കാം എന്നുള്ള മെൻറ്റാലിറ്റി ഒരു 90% ഇല്ല. അതൊരു കുഴപ്പമാണ്.